കാര്യക്കാട്. ഞാനന്ന് അങ്ങനെ ഒരു വെട്ടിത്ത ചെയ്തില്ലായിരുന്നെങ്കിൽ മരത്തവള പോലെ മൂന്ന് ധരിച്ച് മൂലം കിടന്നേനെ. പിന്നെ നീ പറയുമ്പോഴൊക്കെ പറിക്കാൻ നീ വേറെ ആളോ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അത് ശരിയാ, അത് മുന്നറിയായിരുന്നെങ്കിൽ നിന്റെ ചങ്ക് ഞാൻ കലക്കും. അയ്യോ 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 അത്രക്കായോ അവിടെ നിക്കായി. ബാക്കി ഞാൻ വൈകുന്നേരം വന്നിട്ട് കാണിച്ചു തരണേ. ധൈര്യം ഉണ്ടെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കണേ. ആരും കണ്ടിട്ടില്ല. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇന്ന് രണ്ടാരൊന്ന് ഞാൻ തീരുമാനിക്കും. ഇങ്ങോട്ട് വാ. കർത്താവേ, ഞാൻ മടുത്തു. ഇയാളെ തല്ലാനേ എനിക്ക് സമയമുള്ളൂ. ആഹാ. അയ്യോ അടിക്കരുത്, ഞാൻ കള്ളനല്ല, ഉഗ്രൻ. ചേച്ചി ഇതങ്ങോട്ട് പിടിച്ചേ. ഇനി എവിടെ പോയിരുന്നാട്ടെ, ഓടി ഓടി ക്ഷീണിച്ചതല്ലേ. ചെല്ല് അടി. അല്ല, താൻ ആരാ? എന്തിനാ ഇവിടെ വന്നത്? പറയുമ്പോ ഒന്നും തോന്നരുത്. ഞാനിവിടെ വരുമ്പോ ചേച്ചിയും ചേട്ടനും തല്ല അങ്കം വട്ട. ഓ, എന്താ ചേച്ചിയുടെ ഒരു പെർഫോമൻസ്, എന്താണ് ഒരു ഡയലോഗ്. ചേട്ടൻ ഓടുന്ന ഓട്ടം കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചു പോയി. അതൊക്കെ പോട്ടെ, എന്താ ചേച്ചി പ്രശ്നം? ഓ, അതിവിടെ എന്നും പതിവാ. എന്റെ ദൈവമേ, എന്നും വഴക്കോ? മോശം ചേച്ചി, വളരെ മോശം. എന്നും വഴക്കടിക്കുന്ന വീട്ടിൽ ഐശ്വര്യം കടന്നു വരില്ല. ഒന്നുകൂടി നന്നായി പെരുമാറാൻ ശ്രമിക്കൂ. നീ പറയാ തന്നെ നന്നായി പെരുമാറുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറും. ഓ, എന്തൊരു കഷ്ടം. എന്നിട്ട് ഇന്ന് ഞാൻ ചെരവെടുത്ത് ശരിക്കും പെരുമാറി. എന്റെ ദൈവമേ, ആ ഓട്ടമാ നീ കണ്ടത്. ചേ, അങ്ങനെ പെരുമാറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്നേഹാദരവോടെ സൽസ്വഭാവത്തോടെ പെരുമാറുന്ന കാര്യമാ പറഞ്ഞത്. അങ്ങനെ കോണുമ്പോ തന്നെ എനിക്ക് കലിയ. അമ്മ അതിന് കയ്യിലിരിപ്പ് അയാൾക്ക്. ഓഹോ, ചേച്ചി ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ. ഇതെന്തിനാ? ഇതേ ഭർത്താവിനെ എങ്ങനെ നിലക്ക് നിർത്താമെന്ന് വിശദീകരിച്ചു തരുന്ന ഒരു ഉത്തമ പുസ്തകമാണ്. ഭർത്താവ് സദാസമയം ഭാര്യയുമായി വഴക്കടിക്കാറുണ്ടോ? അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഇടം കണ്ടിട്ട് നോക്കാറുണ്ടോ? ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തെ കുറ്റം പറയാറുണ്ടോ? കഞ്ഞി, ചൂല്, ഈനാമ്പേച്ചി, മരമാക്രി എന്നീ വിശിഷ്ട പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാറുണ്ടോ? മരണ വീട്ടിലേക്ക് പോകുമ്പോൾ പുതിയ സാരി വാങ്ങിത്തരാൻ പറഞ്ഞാൽ കേൾക്കാത്ത പോലെ അഭിനയിക്കാറുണ്ടോ? ഫാഷൻ ഒപ്പിച്ച് പുതിയ ആഭരണങ്ങൾ വാങ്ങിത്തരാൻ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താറുണ്ടോ? ഭാര്യയുടെ അപ്പനും അമ്മക്കും ഇട്ട് തെറി വിളിക്കാറുണ്ടോ? സീരിയൽ കാണുന്നതിനിടയ്ക്ക് ചാനൽ മാറ്റി മാറ്റി ഭാര്യയുടെ ക്ഷമ പരീക്ഷിക്കാറുണ്ടോ? തുടങ്ങിയ 501 ഭർത്തൃദോഷങ്ങൾക്കുള്ള പരിഹാരക്രിയ അടങ്ങിയ ഉത്തമ പുസ്തകമാണ് ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. ഈ പുസ്തകം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വായിക്കണം. എന്നിട്ട് ഭർത്താവിനെതിരിലുള്ള പോയിന്റ് വരുമ്പോൾ അതൊന്നുകൂടി ഉറക്കെ വായിക്കാം. ശേഷം ഭർത്താവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കണം. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വീട് സ്വർഗമാവും, സ്വർഗം. ദാ ചേച്ചി ഐശ്വര്യമായി പുസ്തകം അങ്ങോട്ട് വാങ്ങിയാട്ടെ. എന്താ ഇതിന്റെ വില? 645 രൂപ. ഹാവൂ, എന്തൊരു വില. ചേച്ചി ആയതുകൊണ്ട് 500 രൂപ തന്നാ മതി. എനിക്ക് ലാഭം വേണ്ട. ചേച്ചിയുടെ കുടുംബം സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാ മതി. 500 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയെന്ന് അങ്ങേരെ അറിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് വായിക്കാൻ ഞാനുണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ അയാൾ എന്നെ തലക്കടിച്ചു കൊല്ലും. അത്രയ്ക്ക് പേര് കേട്ട പിശുക്കനാ എന്റെ കെട്ടിയോൻ. പിശുക്കൻ എന്ന് പറഞ്ഞ ഏതാണ്ട് എത്ര വരും? അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവൻ കേട്ടിട്ടില്ലേ? അത് ശരി, അത് ചേച്ചിയുടെ കെട്ടിയോനാണല്ലേ? എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യ്, ആദ്യം ഈ പേജ് മുതൽ വായിക്കണം. 1 മണിക്കൂർ കൊണ്ട് പിശുക്ക് കുറ്റിപ്പുറം പാലം കടക്കും. എന്നാ പിന്നെ വൈകണ്ട, ചേച്ചി പോയി കാശെടുത്തു കൊണ്ടുവാ. ഓ, താങ്ക് യു.
എന്താ എന്ത് വേണം? ചേട്ടാ, ഞാനൊരു പുസ്തക കച്ചവടക്കാരനാ. അതെന്തിനാടോ എന്നോട് പറയുന്നത്? എനിക്ക് കടല വറക്കുന്ന ജോലിയൊന്നുമില്ല. കടല വറക്കുന്ന ജോലിയോ? അതെ, അവർക്കല്ലേ പുസ്തകങ്ങളുടെ ആവശ്യം ഉണ്ടാവുള്ളൂ. എനിക്കെന്തിനാടോ പുസ്തകം? ചേട്ടാ, ഇതെന്ത് പുസ്തകമാണെന്നാ വിചാരിച്ചത്? വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സ്വസ്ഥത വേണോ? എങ്കിൽ ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും എന്ന ഒരു പുസ്തകം വാങ്ങി ഭാര്യയെ അടുത്തിരുത്തി വായിച്ചു കൊടുക്ക്. നാളെ മുതൽ ഭാര്യ നിങ്ങളെ സ്നേഹം കൊണ്ട് മൂടും. ഒന്നും വായിക്കാതെ തന്നെ ഭാര്യ എന്നെ സ്നേഹം കൊണ്ട് മൂടാറുണ്ട്. ഉവ്വ്. രാവിലെ തന്നെ ഭാര്യ സ്നേഹം കൊണ്ട് മൂടിയപ്പോ ചേട്ടൻ ഓടുന്ന ഓട്ടം ഞാൻ കണ്ടതാ. നീ എങ്ങനെയാണ് കണ്ടത്? ഞാനവിടെ പുസ്തകം വിൽക്കാൻ വന്നിരുന്നു. പക്ഷെ സാഹചര്യം തടി കേടാവുന്ന പരുവമായതുകൊണ്ട് പതുക്കെ സ്ഥലം വിട്ടു. എന്തിനാ ചേട്ടാ ഇങ്ങനെ ഭാര്യയുടെ ചവിട്ടും കൊണ്ട് കഴിയുന്നത്? കിഴങ്ങ മിണ്ടാതിരടാ. കിഴങ്ങൻ? അത് തന്നെ. രാവിലെ ചേച്ചി ചേട്ടനിട്ട് ചാർത്തുത ഞാൻ കേട്ടു. ദയവേത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടാ? ഞാൻ നിർത്തി. എന്താ പ്രശ്നം? മുതലാളിന്റെ അടുത്ത് ആരോ വന്നിട്ടുണ്ടല്ലോ. ചേട്ടാ, ചേട്ടന് ഭാര്യയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടെന്താടാ? ആ താടയൊക്കെ തോന്നണ്ടേ? അത് ശരി. എന്നാലേ ഈ പുസ്തകം കൂടെ പിടിച്ചേ. നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, ആ കാട്ടുമാക്കാൻ, അവളെ ഒരു മനുഷ്യ സ്ത്രീയാക്കി തരും ഈ പുസ്തകം. പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന് കേട്ടിട്ടില്ലേ? അത് ചേട്ടന്റെ വീട്ടിൽ പുലർന്നു കാണും. ഒരു പുസ്തകം വായിച്ചിട്ട് എന്റെ ഭാര്യ പൂന്തിങ്കളാവുന്ന ഞാൻ വിശ്വസിക്കണില്ല. വിശ്വസിക്കണം. ചേട്ടൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് ഭാര്യ സ്വീകരിക്കാറ്? കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി തരാതെ സീരിയൽ കണ്ടിരിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് സാരിയും ആഭരണങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് ശല്യം ചെയ്യാറുണ്ടോ? എടോ കിഴങ്ങ, അരമാക്രി, മൊച്ച, ഞൗഞ്ഞി തുടങ്ങിയ വിശിഷ്ട പദപ്രയോഗങ്ങൾ നടത്തി ആദരിക്കാറുണ്ടോ? അതിഥികളുടെ മുമ്പിൽ വെച്ച് ഭാര്യ നിങ്ങളെ കൊച്ചാക്കാറുണ്ടോ? നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾ നിങ്ങൾ അറിയാതെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് കടത്താറുണ്ടോ? നിങ്ങളുടെ പേഴ്സിൽ നിന്നും പണം അടിച്ചു മാറ്റാറുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ മുഖം വീർപ്പിച്ചും ഭാര്യയുടെ ബന്ധുക്കൾ വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചുമാണോ സ്വീകരിക്കാറ്? ഷോപ്പിങ്ങിന് പോകുമ്പോൾ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇത്ര കാലവും നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് നിങ്ങൾ എനിക്ക് എന്താണ് തന്നത് മനുഷ്യന്ന് ഇടക്കിടയ്ക്ക് ചോദിക്കാറുണ്ടോ? മതി. അവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര നിസാരം. എത്ര കഠിന സ്വഭാവക്കാരെയും പളുങ്കു പോലെ ശുദ്ധരാക്കുന്ന ഒരു പുസ്തകമാണിത്. ഒന്ന് വാങ്ങ്. എന്നിട്ട് ഭാര്യയെ അടുത്തിരുത്തി രണ്ടുപേരും കൂടി വായിക്ക്. എന്നിട്ട് ഭാര്യക്കെതിരിലുള്ള പരാമർശം വരുമ്പോ അതൊരു 2 or 3 വട്ടം വായിക്കുക. എന്നിട്ട് പതുക്കെ ഇടം കണ്ടിട്ട് നോക്കുക. ഉദാഹരണത്തിന് ഇതാ ഈ പേജ് മറിക്കുക. എന്നിട്ട് ഉറക്കെ വായിക്കുക. ചില ഭാര്യമാർക്ക് ചൊറിത്തവളയുടെ സ്വഭാവമാണ്. ഭർത്താവ് ക്ഷീണിതനായി കയറി വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന രീതി കണ്ടാൽ ചങ്കിന് കുത്തിപ്പിടിച്ച് നാക്ക് പറിച്ചെടുത്ത് പട്ടിക്കെറിഞ്ഞു കൊടുത്തു പോകും. പക്ഷേ ഭർത്താക്കന്മാർ പൊതുവെ നിർമ്മല ഹൃദയരും നിസ്വാർത്ഥ മതികളും നിരക്ഷര കുച്ചികളുമായതിനാൽ എല്ലാം ക്ഷമിക്കാറാണ് പതിവ്. ദാ ഇത്രയും വായിച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഒന്ന് കാണിച്ചേ. ഇങ്ങനെ കാണിക്ക്. വളരെ നന്നായിട്ടുണ്ട്. ഇനി ഭർത്താവിനെതിരെ, അതായത് ചേട്ടനെതിരെയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ കോട്ടുവായിട്ടും ചുമച്ചും അഡ്ജസ്റ്റ് ചെയ്തോളണം. അത്തരം പരാമർശങ്ങൾ വരുന്ന പേജുകൾ ആദ്യം തന്നെ കീറിക്കളയുന്നത് നല്ലതാണ്. ഓക്കെ, ഇനിയെല്ലാം ഞാൻ കൈകാര്യം ചെയ്തോളാം. പുസ്തകത്തിന് എന്താ വില? 645 രൂപയാണ് മുഖവില. റൊക്കം പണമാണെങ്കിൽ 400 രൂപക്കാണ് കൊടുക്കുന്നത്. 400 രൂപേ? പുസ്തകമൊന്നും വേണ്ട, വേഗം സ്ഥലപ്പെട്ടോ. വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്താ ഛേദം? ഈ പുസ്തകേ ആളുകൾ ചോദിച്ചു നടക്കുക. കിഴങ്ങാന്നുള്ള വിളി ദിവസവും ഭാര്യയുടെ വായിൽ നിന്ന് കേൾക്കാനായിരിക്കും ചേട്ടന്റെ വിധി. ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 10,000 രൂപ കൊടുത്തെങ്കിൽ വാങ്ങുമായിരുന്നു ഈ പുസ്തകം. നിങ്ങൾ അനുഭവിച്ചോ? എടോ, നീ വില ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യ്. വിലയിൽ ഒരു മാറ്റവുമില്ല. വേണമെങ്കിൽ എന്റെ വക ഒരു കോംപ്ലിമെന്റ് തരാം. ദാ ഈ പുസ്തകം ഞാൻ തന്നെ എഴുതിയതാ. എന്റെ തെരഞ്ഞെടുത്ത 1001 പോഴത്തങ്ങൾ. എന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ വേരോടെ പറിച്ചെടുത്ത് പച്ചയായി ചിത്രീകരിച്ച ഒരു പുസ്തകമാണിത്. ഇത് മാതൃകയാക്കി ചേട്ടന് വേണമെങ്കിൽ സ്വന്തം അനുഭവങ്ങൾ വെച്ച് എന്റെ തെരഞ്ഞെടുത്ത 1001 പോഴത്തങ്ങൾ എന്ന ഉത്തമ കൃതി രചിക്കാം. ഏതായാലും പുസ്തകങ്ങൾ ഇതുകൊണ്ട് എന്റെ ഭാര്യയുടെ സ്വഭാവം മാറിയില്ലെങ്കിലേ നിന്നെ ഞാൻ കൊല്ലും. നോ ഡൗട്ട്. ഡോഗ്സ് ടെയിൽ 12,000 years put inside a PVC pipe not come out state of India. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു സ്ത്രീക്കും ഇത് വായിച്ചാൽ നന്നാവാതിരിക്കാൻ കഴിയില്ല എന്നർത്ഥം. ദാ പിടിച്ചേ, ഒരു 400 രൂപ ഇങ്ങടുത്തെ. പോയത്തൊന്നും എനിക്ക് വേണ്ട.
എന്താ മുതലാളി ഇവിടെ പ്രശ്നം? ഏതാണ് അയാൾ? അയാളെ കൈകാര്യം ചെയ്യണോ? ഇവിടെ ഒരു പ്രശ്നമില്ല, എല്ലാരും പോയട്ടെ. അങ്ങനെ ഞങ്ങൾ പോവില്ല. മുതലാളിയെ ദ്രോഹിച്ച അവനെ ഞങ്ങൾ തട്ടും. എന്നേരും ദ്രോഹിച്ചില്ല, നിങ്ങൾ പോയി പണിയെടുക്കടാ. മുതലാളി എന്തോ മറിഞ്ഞു വെക്കണ്ടെന്നു. പോ. ഞാൻ 5 വരെ എണ്ണതിന് മുമ്പ് പോയി പണി തുടങ്ങിയില്ലെങ്കിലേ ഒരെണ്ണത്തിന് കൂലി തരില്ല. 1 2 3 എന്നോടാ കളി. കുറച്ചേരാ തണലത്ത് നിൽക്കാനാച്ചാ അതിനൊക്കെ കാലം അവിടെ സമ്മതിക്കില്ല. കഴിഞ്ഞതൊക്കെ മറന്ന് ഇന്ന് മുതൽ പുതിയൊരു ജീവിതം ആരംഭിക്കണം. അല്ലെങ്കിൽ ഞാൻ എന്തിനാ വെറുതെ അവളുടെ കയ്യിൽ നിന്ന് എന്നും ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നത്? അവൾക്കും വേണ്ടേ ഒരു വിശ്രമമൊക്കെ? നീ ഒന്നിങ്ങോട്ട് വാ. എന്താ? ഇന്നിന് വീട്ടുപണികളൊന്നും വേണ്ട, നീ ഇങ്ങോട്ട് വാ. അത് തന്നെയാണ് ഞാനും പറയാനിരിക്കുന്നത്. നിന്റെ പ്ലാൻ എന്താ? അതൊക്കെയുണ്ട്. ആദ്യം നിങ്ങളെ പ്ലാൻ എന്താണ്? എല്ലാം ഞാൻ പറയാം, നീ ഇങ്ങോട്ട് വാ. നിന്നെ കാണാനാ ഞാൻ നേരത്തെ മടങ്ങിയത്. നീ വന്നൊന്ന് ഇവിടെ ഇരിക്കി. നമുക്കേ ഈ പുസ്തകം ഒന്ന് വായിക്കാം. അതിനു മുൻപ് ഈ പുസ്തകം ഒന്ന് വായിക്കാം. രണ്ടും ഒരേ പുസ്തകമാണല്ലോ. ആഹാ, എന്നെ ശരിയാക്കാൻ വേണ്ടിട്ടാണല്ലോ ഇത്രയും വിലപിടിപ്പുള്ള പുസ്തകം നീ വാങ്ങിയത്. മാരയോന്തേ, ജീവിതത്തിൽ പത്രം പോലും വായിക്കാത്ത നിങ്ങൾ ഈ പുസ്തകം വാങ്ങിയത് എന്നെ നന്നാക്കാറല്ലേ കഴക? അതേടി, നിന്റെ മരമോന്ത ഒരിക്കലെങ്കിലും തെളിഞ്ഞു കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇത് കേട്ടോ. ഭർത്താവിനെ കാണുമ്പോൾ കഷായം കുടിച്ച മുഖവുമായി നിൽക്കുന്ന ഭാര്യയെ 2 കണ്ണിലും മുളകുപൊടി തേച്ച് പറമ്പിലൂടെ ഓടിച്ചിട്ട് തല്ലി പരുവപ്പെടുത്തേണ്ടി വന്നേക്കും. ആഹാ, എന്നാൽ ഇത് കേട്ടോ. എനിക്കെതിരാണെങ്കിൽ പേജ് കീറിക്കളയും ഞാൻ. ഭാര്യയുടെ അവകാശങ്ങളെ പറ്റി അത് നീ എന്നെ പഠിപ്പിക്കണ്ട. ഭർത്താവ് ബോധവാനാകേണ്ടതുണ്ട്. അത് പള്ളി പറഞ്ഞാ മതി. തന്റെ സുഖസൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന ഭർത്താവിനെ പൂവിട്ട് പൂജിക്കണം, അല്ല പിന്നെ കാലിൽ കെട്ടി പൊതിരെ തല്ലിയിട്ടെങ്കിലും ഒരു മനുഷ്യനാക്കാൻ ശ്രമിക്കേണ്ടി വന്നേക്കും. നിനക്കെന്നെ മുക്കാലി കെട്ടി അടിക്കണല്ലേടി? ആഹാ, അത്രക്കായോ? ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ചേച്ചി അടങ്ങ്. എന്താ ചേട്ടാ ഇത്? എത്ര കാലായി ഇത് തുടങ്ങിയിട്ട്? ഒന്നുമില്ലെങ്കിലും അയൽപ്പക്കത്തെ ആളുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ? പുറത്തില്ലൊക്കെ ഇത് കേട്ടാലേ ഇതിന്റെ കുറച്ചിലാർക്കാ? നിങ്ങക്ക് തന്നെ. ഇനിയെങ്കിലും ഈ വഴക്കൊക്കെ നിർത്ത്. ചേച്ചി പതിവ്രതയും ദുർമനസ്സുകാരനുമായ ഇങ്ങനത്തെ ഭർത്താവിനെ കിട്ടിയതിൽ ചേച്ചി ദൈവത്തെ സ്തുതിക്കണം. അതുപോലെ ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. ഈ ചേച്ചി ഒരു പാവം നപുംസകമാണ്. മൂക്കിൽ വിരലിട്ടാൽ പോലും കടിക്കാത്ത ഒരു പാവം നരഭോജി. ഇവളെ എന്ത് നപുംസകം? ഞാനാ നപുംസകം. ഇവളെ നിരപരാധിയാ. ഏത് സമയത്തും എന്നെ ഓടിക്കുന്ന മഹാനിരപരാധി. ഇനി അതൊക്കെ മറക്കണം എന്നാ ഞാൻ പറയുന്നത്. എല്ലാം ഞാൻ മറക്കാം. പക്ഷെ ആ പുസ്തകോൽപ്പന്നക്കാരുണ്ടല്ലോ, അവനെ ഞാൻ മറക്കൂല. അവൻ എന്റെ കയ്യിൽ കിട്ടിയാണല്ലോ. എന്താ മുതലാളി 450? ഒരാഴ്ച മുഴുവൻ പണിയെടുത്തിട്ട് 3 ദിവസത്തെ കൂലിയോ? അത് മതി. നിനക്ക് കൂലി മുഴുവൻ തന്നാലേ നാളെ മുതൽ നീയൊന്നും പണിക്ക് വരില്ല. അതുകൊണ്ടാ. എന്നിട്ട് ഓൾക്ക് 500 കൊടുത്തല്ലോ. ഞങ്ങൾക്ക് എന്താ 450? അവരോട് രാവിലെ വന്നാലേ വൈകുന്നേരം വരെ പണിയെടുക്കും. നീയെ കൂടെ വന്നാലേ റെസ്റ്റ് അല്ലേ? റെസ്റ്റ്. വിട്ടോ. ഗുണം പിടിക്കലിഞ്ഞൊരു കോലത്തും ഈ കൊല്ലം ഒറ്റ വായം കൊലക്കാതെ പോട്ടെ.
കീടബാധ. അയ്യോ നിന്റെ ഓടലടാ കൈ കിട്ടിട്ട് അവിടെ എടാ പിടിക്കടാ. എടാ പിടിച്ചോ പിടിച്ചോ. എടാ പിടിച്ചോടാ. എടാ പിടിക്കടാ. എടാ പിടിയടാ പിടിച്ചോ. എടാ പിടിയടാ. എടാ പിടിച്ചടാ പിടിയടാ. എന്നെ പിടിക്കാനല്ലടാ ഞാൻ പറഞ്ഞത്. മായിക്കുട്ടിയെ അവനെ പോയി പിടിയവനെ. മോയിക്കുട്ടിയെ ഇതിലെ പോയി പിടിയവനെ. നിങ്ങൾ എന്നെ പിടിക്കടാ. കള്ളൻ കള്ളൻ ഓടിവാ ഓടിവാ. അമരണ്ട ഞാൻ തല്ലാൻ കൊല്ലാൻ വന്നല്ല. പിന്നെ എന്താ അതിന്റെ ഉദ്ദേശം? അന്നെ പിടിച്ചോണ്ടെല്ലാം പറഞ്ഞു. പിടിച്ചുകൊണ്ടല്ലാനോ? ആര്? മാത്തുകുട്ടി മുതലാളി. മാത്തുകുട്ടി മുതലാളിയോ? ഓ മനസ്സിലായി മനസ്സിലായി, മാത്തുകുട്ടി മുതലാളി. എന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞത്? നിന്നെയും കൊണ്ടല്ലാതെ മുതലാളിന്റെ മുമ്പ് കണ്ടുപോരുത്. നിങ്ങളുടെ മുതലാളിയുടെ ഒരു കാര്യം കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാ. അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു കാര്യത്തിന് ആരെങ്കിലും ഇങ്ങനെ വാശി പിടിക്കോ? മനസ്സിലായില്ല. അതെ, നിങ്ങളെ മുതലാളി എന്നോടൊരു പുസ്തകം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ അത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിടിച്ചേ. ഓ ഏതായാലും നിങ്ങളൊരു ഉപകാരം ചെയ്യും. ഇത് മുതലാളിക്കൊന്ന് കൊടുക്കണം. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്താ പറയുന്നോ? നേരിട്ട് കൊടുക്കാൻ മുതലാളിയാ ഞാൻ കാണണ്ടേ? ഇത്രയും നേരം നിന്നെ ഓടിച്ചിട്ട് മുതലാളിയെ കണ്ടില്ല. ഓ എന്റെ ദൈവമേ, അത് മുതലാളിയായിരുന്നോ? ഞാൻ കരുതി വല്ല പിടിച്ചു പറിക്കാരുമായിരിക്കുന്നു. നിങ്ങൾക്ക് അത്രയല്ലേ തോന്നിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അയാളെ കാണുമ്പോ കൊള്ളക്കാരനായിട്ടാ തോന്നല്. ഓ അയാളുടെ ഒരു ഭാഗ്യം. അപ്പൊ പറഞ്ഞ പോലെ പുസ്തകം മുതലാളിക്ക് കൊണ്ട കൊടുക്ക്. അതെ, ഒന്നവിടെ നിന്നേ. പുസ്തകത്തിന്റെ കാശ് തരാതെ എങ്ങോട്ടാ? കാശ് മുതലാളിയോട് വാങ്ങി തരാം. അതുവരെ ഞാനിവിടെ മേലോട്ട് നോക്കിയിരിക്കണോ? എനിക്കാണെങ്കിൽ അർജന്റായി വീട്ടിലെത്തണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. പുസ്തകം കൊടുക്കുമ്പോൾ മുതലാളിയോട് കാശ് വാങ്ങി നീ എടുത്തോ. തൽക്കാലം ഇതിന്റെ കാശ് നീ തന്നാ മതി. ഞാനോ? എത്ര ഇതിന്റെ വില? 645 രൂപ. 645 റുപ്യേ? എന്റെ കയ്യിൽ ആകെ 450 റുപ്യുള്ളൂ. ബാക്കി എവിടെന്നെങ്കിലും വാങ്ങി തരൂ. ഞാൻ എവിടുന്ന് വാങ്ങിത്തരേ? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ, ആരോടെങ്കിലും വാങ്ങി തരൂ. മുതലാളിയോട് കിട്ടുമ്പോ തിരിച്ചു കൊടുക്കാലോ. ഹലോ ചേട്ടാ, ചേട്ടാ ഒന്നിങ്ങോട്ട് വരൂ. ഇയാൾക്കൊരു 195 രൂപ കടം കൊടുക്കൂ. ഉടനെ തിരിച്ചു തരും. താങ്ക് യു. കണ്ടോ, വേറെ ഒരു കൂലിപ്പണിക്കാരനായ എനിക്ക് ആര് കടം തരാനാ? കൂലിപ്പണിക്കാരനായിരുന്നോ? എന്നാൽ ഇത് ആദ്യം പറയണ്ടേ? എന്നോട് ക്ഷമിക്കൂ സഹോദര, ക്ഷമിക്കൂ. ഞാൻ ആളറിയാതെ മോശമായി പെരുമാറിപ്പോയി. എന്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനായിരുന്നു. ഞാൻ ജനിക്കുന്നതിന്റെ 14 വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി. അന്നു മുതൽ ഞാനും കൂലിപ്പണിക്കാരെ സ്നേഹിച്ചു തുടങ്ങി. ഇന്നും ആ പ്രക്രിയ അപങ്കുരം തുടരുന്നു. അതുകൊണ്ട് ചേട്ടന്റെ കയ്യിലുള്ള കാശ് തന്നാ മതി. പുസ്തകം ഞാൻ തരാം. എന്റെ കയ്യിൽ ആകെ 450 റുപ്യുള്ളൂ. മതി, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. പക്ഷെ ഒരു കാര്യം, നീ മുതലാളിയോട് 645 രൂപ തന്നെ വാങ്ങും. അപ്പൊ നിനക്ക് 195 രൂപ ലാഭം. സന്തോഷായില്ലേ? എന്ത് നല്ല മനുഷ്യൻ. എനക്ക് വെറുതെ 195 റുപ്യ കിട്ടി. ആ പരട്ട പുസ്തകാരെ പിടിച്ചോണ്ടാ വന്നിട്ടേ നീ ഇവിടെ നീലിക്ക. മുതലാളിക്ക് എന്തിനാ മോനെ? നമുക്ക് കാര്യം നടന്നാ പോരെ? എന്ത് കാര്യം? മുതലാളി ഒരു 645 റുപ്യ എടുക്ക്. മുതലാളി ബോധം കിടന്ന് കാഴ്ച കാണിച്ചു തരാം. നീ കാര്യം തെളിച്ചു പറ, അല്ലെങ്കിൽ നിന്റെ ചങ്ക്യാൻ കലക്കും. ഇതിനല്ലേ മുതലാളി ഒരു തിരക്ക്. മുതലാളി മരിച്ചേ. എന്റെ അമ്മേ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾ ആരാ? ഞാനോ? അന്നെ പിടിച്ചു കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി. മുതലാളി, മുതലാളി എന്തൊരുറക്കാത്. എണീക്ക് മുതലാളി. വന്നിട്ടങ്ങോട്ട് അങ്ങനെ. മുതലാളി
അവനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. മുതലാളി ഇന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയാക്കിയാ വന്നത്. ദാ ഒരു 645 രൂപ എടുത്തു. ആരാ ഇവിടെ ഒരു ജുബയും മുണ്ടും ഉണക്കാനിട്ടത്? ആരും ഇല്ലെങ്കിൽ എനിക്കെടുക്കാം, രാത്രി ഉറങ്ങുമ്പോ ഇടാം. ഇനി പുസ്തകം വേണേൽ ആളെ വിട്ടാ മതി, നേരിട്ട് വരണ്ട.